നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ? നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ? എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കോവിഡ് വ്യാപനത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ നിപ വൈറസ് സ്ഥിരീകരിക്കുകയും കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ 12 വയസ്സുള്ള കുട്ടി വൈറസ് ബാധയെ തുടർന്ന് മരണപ്പെട്ടതും കേരളത്തെ ഏറെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വീടിന് സമീപത്ത് നിന്ന് റംബൂട്ടാൻ പഴം കഴിച്ചതിലൂടെയാണ് ഈ കുട്ടിക്ക് നിപ വൈറസ് ബാധിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. കുട്ടിയുടെ മരണത്തോടെ നിരവധി പേർ നിരീക്ഷണത്തിലാണെന്നും ഇതിൽ 2 പേർക്ക് നിപ രോഗലക്ഷണം ഉണ്ട് എന്നുമാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിപ ബാധിച്ചു മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 188 പേരിൽ 136 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ഇതിൽ 20 പേർക്ക് പ്രാഥമിക സമ്പർക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മാതാവും പിതാവും ബന്ധുവീട്ടിൽ ഐസൊലേഷനിലാണ്. പിതാവിന്റെ സഹോദരന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും ആശങ്കയിലാണ്. കോവിഡിനെ ഏതാണ്ട് പ്രതിരോധിച്ചു തുടങ്ങി, കോവിഡിനൊപ്പം ജീവിച്ചു പഠിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ വീണ്ടും നിപ എത്തുന്നത് കൂടുതൽ ആശങ്കയുളവാക്കുന്നതാണ്. എന്നാൽ ആരോഗ്യ പ്രവർത്തകരും ഭരണാധികാരികളുമൊക്കെ നമ്മോട് പറയുന്നത് ആശങ്കകൾ വേണ്ട, മറിച്ച് കൂടുതൽ ജാഗ്രത പാലിച്ചാൽ മതി എന്നാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രധാനമായും ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളെപ്പറ്റി ആരോഗ്യരംഗത്തെ വിദഗ്ധർ തന്നെ പല മാധ്യമങ്ങളിലൂടെയായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നത് വവ്വാലുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ പോകരുത് എന്നാണ്. അതായത് നമ്മുടെ വീടിന്റെ പരിസര ഭാഗങ്ങളിൽ ചിലയിടത്ത് മരങ്ങളിലെല്ലാം വവ്വാലുകൾ കൂട്ടമായി താമസിക്കാറുണ്ട്. ഇത്തരത്തിൽ വവ്വാലുകൾ കൂട്ടമായി താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ പോകാൻ പാടില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കാരണം ഈ വൈറസ് പടരുന്നത് വവ്വാലുകളിൽ നിന്നാണ്. കൂടാതെ വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ കൂടുതലായും ശ്രദ്ധിക്കേണ്ട കാര്യം. കൂടാതെ കോവിഡിനെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാസ്ക് ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, കൈകൾ ഇടയ്ക്കിടെ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് കഴുകുക തുടങ്ങിയ പ്രവർത്തികളും ഈ സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതേസമയം ഇത് 3ാം തവണയാണ് കേരളത്തിൽ നിപ ബാധിക്കുന്നത്. നേരത്തെ 2018-ലും 2019-ലും നിപ വൈറസ് സ്ഥിരീകരിച്ചിരുന്നു. നിപ എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ്. അതായത് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസ് ആണ് നിപ. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ഇത് പകരാം. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ്, അതായത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 ദിവസം മുതൽ 14 ദിവസം വരെയാണ്. ഇത് ചിലപ്പോൾ 21 ദിവസം വരെയാകാം. രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ വേണം. പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവും ഒക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനം പിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച 1-2 ദിവസങ്ങൾക്കകം തന്നെ കോമ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസഫലൈറ്റ്സ് ഉണ്ടാവാനും വലിയ സാധ്യതയാണുള്ളത്. ശ്വാസകോശത്തെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൂടാതെ ഈ സന്ദർഭങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും അധികാരികളും നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും നാം പാലിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.